ഹായ്, വെൽക്കം ബാക്ക് ടു ദി ഹങ്കർ ട്രാവലർ. ഇന്ന് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. നമുക്ക് ഒരു 5 ദിവസത്തോളം കേടാവാതിരിക്കുന്ന നാടൻ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ഉണ്ടാക്കാം. അരി അരച്ചിട്ടാണ് ഈ റെസിപ്പി ഉണ്ടാക്കിയിരിക്കുന്നത്, പൊടി കൊണ്ടല്ല. അപ്പം ആദ്യമേ തന്നെ നമ്മൾ പച്ചരി എടുക്കുന്നുണ്ട്. പച്ചരി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പൊന്നിയുടെ പച്ചരി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് 1 കിലോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അളവ് നോക്കുകയാണെങ്കിൽ 4 കപ്പോളം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ കുതിരാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. തലേദിവസം രാത്രിയാണ് ഞാൻ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് അത് എടുക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഡേ ഞാൻ ശർക്കര ഉരുക്കാൻ പോവാണ്. ഇവിടെ 1 കിലോ അരിക്ക് 700-750 ഗ്രാമോളം ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 1 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് പൊടി ശർക്കരയും കുറച്ച് ഉണ്ട ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ എത്രയാണോ ഉള്ളതെന്ന് വെച്ചാൽ, ഏത് ശർക്കരയാണോ ഉള്ളതെന്ന് വെച്ചാൽ അതെടുക്കാം. ഇതേപോലെ നന്നായിട്ട് പതഞ്ഞ് പൊന്തി മുകളിലേക്ക് വരുമല്ലോ, അതാണ് നമ്മുടെ ശർക്കര പാനിയുടെ പാകം എന്ന് പറയുന്നത്. ഇനി സ്പൂണിലെടുത്ത് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒട്ടുന്ന പോലെ തോന്നും ഇത് നന്നായിട്ട് പൊന്തി വരുമ്പോൾ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ രാവിലെ തന്നെ ഇത് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഊറ്റി വെച്ചിട്ട് വെള്ളം നല്ലോണം വാന്ന് പോയ ശേഷം ഞാനിവിടെ മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കുകയാണ്. പൊടിച്ചെടുത്ത ശേഷം അരിക്കാൻ പോവാണ്. അരിച്ചെടുക്കുന്നത് ഈ സ്റ്റെപ്പ് മിസ് ചെയ്യരുത്. അരിച്ചെടുക്കുന്ന പൊടി തന്നെ നമ്മൾ ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ അരി മുഴുവനായിട്ട് പൊടിച്ച് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ബാക്കി വന്നിട്ടുള്ള ഈ നൈസ് പൊടിയല്ലാത്തതുണ്ടല്ലോ, ഇതുകൊണ്ട് നമ്മൾ കാച്ചാൻ പോവുകയാണ് കേട്ടോ. നമ്മൾ വട്ടയപ്പത്തിനൊക്കെ കാച്ചില്ലേ, അതേപോലെ. അപ്പോൾ അതൊരു അളവ് നോക്കുകയാണെങ്കിൽ കൃത്യം ഒരു 2 കൈപ്പിടിയോളം ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് കുറച്ച് ലൂസാവുന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. അതിൻ്റെ ഇടയിൽ ഞാനിവിടെ 3 രസക്കദളി പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാദ്യമേ തന്നെ തൊലി പൊളിച്ച് കഷ്ണാക്കി വെച്ചോളൂ കേട്ടോ. നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ പഴം നമ്മൾ വേവിക്കും. അതുകൊണ്ടാണ് നമ്മൾ 5 ദിവസം ഉണ്ണിയപ്പം കേടാവില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഈ കപ്പി കാച്ചുന്നതിൻ്റെ ഒപ്പം തന്നെയാണ് നമ്മൾ പഴം ഇടുന്നത്. അപ്പോൾ തീയൊക്കെ കത്തിച്ചിട്ട് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് കുറുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കട്ടിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലോണം വെള്ളം വറ്റി വെന്ത് വന്നു കഴിഞ്ഞാൽ ഈ പഴം ഇതേപോലെ വട്ടത്തിലരിഞ്ഞിട്ട് അതിക്കിട്ടുണ്ട്. എന്നിട്ട് 2 മിനിറ്റ് നേരം നമ്മൾ പിന്നെ ഇത് വേവിച്ചാൽ മതി. അപ്പോഴേക്കും പഴം വേവും. അങ്ങനത്തെ പഴമാണല്ലോ. അപ്പോൾ നമ്മൾ പഴം എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പാളയംകോടൻ പഴമല്ല. പാളയംകോടൻ പഴത്തിന് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ കേടാവാതിരിക്കണമെങ്കിൽ രസക്കദളി പഴം എടുക്കുക. അപ്പോൾ പഴത്തിൻ്റെ ഒരു കുത്തുണ്ടാവില്ല, പുളിപ്പും ഉണ്ടാവില്ല. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അല്ലെങ്കിൽ അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് കദളിപ്പഴം എടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലോണം ചൂടാറിയ ശേഷം മാത്രം ഇത് നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നൈസായിട്ട് അരിച്ച് വെച്ചിട്ടുള്ള പൊടി ഉണ്ടല്ലോ, അരിപ്പൊടി ഞാൻ മുഴുവനായിട്ട് എടുത്തിട്ട് അപ്പം തന്നെ അതിലേക്ക് ശർക്കരപ്പാനി ഒഴിക്കരുത്. കുറേശ്ശെ മാവ് എടുത്ത് ഒരു പാത്രത്തേക്ക് എടുത്തിടാം. എന്നിട്ട് നമ്മളുടെ ശർക്കരപ്പാനി ഒഴിച്ച് മിക്സ് ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മൾ നോക്കണം കേട്ടോ. അല്ലാതെ ഇതേ അളവിൽ വെച്ചിട്ട് അങ്ങനെ തന്നെ എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കരുത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശർക്കരപ്പാനി നല്ലോണം തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ശർക്കരപ്പാനി തണുക്കാൻ കുറച്ചധികം സമയമെടുക്കും. നല്ല ചൂടിൽ തിളച്ച് പൊന്തിയതല്ലേ. അപ്പോൾ ഇതേപോലെ കൈ വെച്ചിട്ടാണ് ഞാനിവിടെ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ അടുത്ത് രസക്കദളി കിട്ടുന്നില്ലെങ്കിൽ കദളിപ്പഴം ഉണ്ടല്ലോ, കദളിപ്പഴം ഉപയോഗിക്കാം. അല്ലെങ്കിൽ ആണിപ്പൂവൻ എന്ന് പറഞ്ഞൊരു പഴം കിട്ടും, അതും ഉപയോഗിക്കാം. ഈ 3 പഴം ഉപയോഗിക്കാം പാളയംകോടന് പകരം. ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഈ പഴം ചേർത്തിട്ട്. അപ്പോൾ ഞാനവിടെ കുറേശ്ശെയായിട്ട് എല്ലാ മാവും കൂടെ ചെയ്യാണ്, മിക്സ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം കൂടെ ഒരുമിച്ച് ഇടരുത്. അപ്പോൾ ഞാൻ കുറേശ്ശെയായിട്ട് അരിപ്പൊടി ഇതിലേക്ക് ഇടുക. പിന്നെ അതിൻ്റെ മാവിൻ്റെ പാകം നോക്കിയിട്ട് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കുക. ഇതിനകത്ത് നമ്മൾ വേറെ പച്ചവെള്ളമായിട്ടോ ചൂടുവെള്ളമായിട്ടോ വേറെ ഒരു തുള്ളി വെള്ളം ഒഴിക്കില്ല. ഈ ശർക്കരപ്പാനിയും പഴം അരച്ചതും നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടില്ല, അതും ഈ അരിപ്പൊടി മാത്രമാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ കൺസിസ്റ്റൻസി കണ്ടോ, ഇങ്ങനെ നമ്മൾ കയ്യിലെടുത്ത് കോരി ഒഴിക്കുമ്പോൾ നല്ല കട്ടിയിൽ ഇങ്ങനെ വരണം. ഏറ്റവും അവസാനമാണ് നമ്മൾ പഴം അരച്ചിട്ടുള്ളത് ചേർക്കുന്നത് കേട്ടോ. എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനം മിക്സ് ചെയ്യുന്ന പഴം അരച്ചത് ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് എടുക്കണം.
ഇത് നല്ലോണം മിക്സ് ചെയ്ത ശേഷം നമ്മളിത് 9 മണിക്കൂർ നേരം പൊന്താനായിട്ട് വെക്കണം കേട്ടോ. അപ്പം ഞാൻ രാത്രി ഒരു 9 മണിക്ക് ഉണ്ടാക്കിയിട്ട് രാവിലെ 6 മണിക്കാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ടൈമിങ് അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ കാണിക്കുന്നത് ഇത്രയും അരിപ്പൊടി ബാക്കി വന്നിട്ടുണ്ട്. അതേപോലെ എത്ര കുറവാന്ന് നോക്കിയാൽ ബാക്കി എല്ലാ ശർക്കരപ്പാനിയും നമ്മൾ യൂസ് ചെയ്തു. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. നെക്സ്റ്റ് ഡേ ഞാൻ തേങ്ങാക്കൊത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നെയ്യിൽ വറുത്തെടുക്കണം. നെയ്യിൽ നല്ലോണം ബ്രൗൺ ആവുന്ന വരെ വറുത്തെടുക്കുക. അതേപോലെ തന്നെ കുറച്ച് എള്ളും കൂടെ ഇതിനകത്ത് വറുത്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാഷ്യൂനട്ടും റേസിൻസൊക്കെ ഇതിനകത്ത് ചേർക്കാം. ഞാനിപ്പോൾ വളരെ സിമ്പിളായിട്ട് തേങ്ങാക്കൊത്തും കറുത്ത എള്ളും മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇത് വറുത്തെടുത്തതിന് ശേഷം ഈ നമ്മുടെ പൊന്തി വന്ന മാവിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ 9 മണിക്കൂർ പുളിക്കാൻ വെക്കണമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ 9 മണിക്കൂറിന് കൂടുതൽ ഒരിക്കലും നിങ്ങൾ വെക്കരുത്. അപ്പോൾ അത് മാവ് വല്ലാണ്ട് പുളിച്ച് അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ ഒരു 8 അല്ലെങ്കിൽ 9 മണിക്കൂർ വെക്കുക. ഇനിയിപ്പോൾ നമ്മളൊന്നും ചെയ്യാനില്ല, ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. മിക്സാക്കി എടുത്ത ശേഷം നമുക്കിനി ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഈ മാവിന്ന് ഏകദേശം ഞാൻ 80 ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ വെളിച്ചെണ്ണയിലോ നെയ്യിലോ ഏതിലോ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് ചൂടാക്കുക. ഇതേപോലെ ഒരു ചെറിയ സ്പൂണിൽ കോരി ഒഴിക്കുക. ഒരു ഭാഗം വെന്ത് വരുമ്പോൾ തിരിച്ചിടുക. അതിനുശേഷം നല്ലോണം വേവണം. അപ്പം എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എണ്ണ ചൂടായി വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെക്കുക, അല്ലെങ്കിൽ അകം വേവില്ല. നല്ല നാടൻ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ.